മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് വെർട്ടിബ്രേറ്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വെർട്ടിബ്രൽ കോളമുള്ള ഓർഗാനിസംസ് ആണ് വെർട്ടിബ്രേറ്റ്സ്. ആൻഡ് ഓൾസോ ദിസ് വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് ഫൈലം കോർഡേറ്റ. ഈ ഫൈലം കോർഡേറ്റ എന്ന് പറയുന്നത് അനിമൽ കിങ്ഡത്തിന്റെ കീഴിൽ കുറേ ഫൈലംസ് വരും. അതിലെ ഒരു ഓൾമോസ്റ്റ് ലാസ്റ്റ് ഫൈലമാണ് കോർഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ കോർഡേറ്റയുടെ ഒരു ഫർദർ സബ് ഡിവിഷൻ ആയിട്ടുള്ള സബ് ഫൈലമാണ് വെർട്ടിബ്രേറ്റ. അതിനകത്താണ് ഈ വെർട്ടിബ്രേറ്റ്സ് വരുന്നത്. ഓക്കെ, ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഈ വെർട്ടിബ്രേറ്റ്സ്, ഒരു ഓർഗാനിസത്തിന് വെർട്ടിബ്രേറ്റ് എന്ന് പറയണമെങ്കിൽ അതിന് എന്തൊക്കെ വേണം? നോട്ടോകോഡ് ഉണ്ടായിരിക്കണം, ഡോർസൽ നെർവ് കോഡ് ഉണ്ടായിരിക്കണം, ഫാരിഞ്ചിയൽ ഗിൽസ്ലിറ്റ്സ് വേണം, പോസ്റ്റ് ഏനൽ ടെയിൽ വേണം. അപ്പം ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ അതിന്റെ എംബ്രിയോണിക് ഡെവലപ്മെന്റൽ ടൈമിൽ എപ്പോഴെങ്കിലും, അതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്നും ഉണ്ടായിരുന്നാൽ മതി. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? വെർട്ടിബ്രേറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന്റെയൊക്കെ ഒരു പൊസിഷനും കാര്യങ്ങളും ഞാൻ ഈ പിക്ചറിൽ കാണിക്കാം. ഒരു ഒരു എന്താ കോർഡിനേറ്റിന്റെ ഒരു സ്കീമാറ്റിക് സ്ട്രക്ചറാണ്, ടിപ്പിക്കൽ സ്ട്രക്ചറാണ്. ഇതിനകത്ത് നമുക്ക് കാണാം ബ്ലാക്ക് കളറിലുള്ള നോട്ടോകോഡാണ് പിന്നെ ഫ്യൂച്ചറിൽ വെർട്ടിബ്രൽ കോളമായിട്ട് മാറുന്നത്. പിന്നെ യെല്ലോ കളറിൽ കാണുന്നതാണ് ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ്. അത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡായിട്ട് ഹയർ ഫോംസിൽ മാറും. ഫാരിഞ്ചൽ ഗിൽസ്ലിറ്റ്സ്, ഫാരിങ്സ് ആണ് കേട്ടോ. ഇത് ഇപ്പം പല ഓർഗാൻസിലും പല ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഫങ്ഷനിൽ. എന്നാലും റെസ്പിറേഷനുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് തന്നെയാണ്. ഫിഷസിൽ ഗിൽസ് ഒക്കെ ഇതിന്റെ പാർട്ടായിട്ടാണ് ഫോം ചെയ്യുന്നത്. പിന്നെ പോസ്റ്റീരിയർ എൻ്റെ രൂപം പോസ്റ്റേനിയൽ ടെയിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ ഇത് ഫിഷസിന്റെ ഒക്കെ കേസ് വരുമ്പോൾ ടെയിലായിട്ട് മാറും. എന്തായാലും മൂവ്മെന്റ്, ലോക്കോമോഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫങ്ഷൻ. അപ്പൊ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഡെവലപ്മെന്റൽ സ്റ്റേജിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു പീരീഡിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇനി നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? വെർട്ടിബ്രേറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് വെർട്ടിബ്രേറ്റിനെ മനസ്സിലാകുമ്പോൾ ആദ്യം എൻ്റെ ഇവല്യൂഷനെ കുറിച്ചൊന്ന് പറയാം. ആദ്യം ഫസ്റ്റ് ഉണ്ടായിരുന്ന വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത് ജോലസ് ഫിഷസ് ആയിരുന്നു. ജോസ് ഇല്ല. ആ ഫിഷസിനെ കണ്ടാൽ നമ്മുടെ ഇപ്പോഴുള്ള ഹാക്ക് ഫിഷസിനെ പോലെ ഇരിക്കും. ഈ ഹാക്ക് ഫിഷസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാനൊന്ന് കണ്ടുപിടിക്കാം. അതേപോലൊക്കെ ഇരുന്നു ഏർലിയസ്റ്റ് വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള ജോലസ് ഫിഷസ്. This is one of the most bizarre fish in the ocean. Meet the hagfish. കണ്ടു കഴിഞ്ഞാൽ ഒരു ഏലിയനെ പോലെ ഇരിക്കും. ഇത് ഒരു സ്ലൈം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന്റെ മൗത്ത് എന്ന് പറയുമ്പം അതിൽ ഒരുപാട് മൾട്ടിപ്പിൾ അറേസ് ഓഫ് ടീത്ത് ഉണ്ട്. ഇത് ഒരു എന്താണ്, സ്കാവെഞ്ചർ ആണ്, ഡെഡ് റെമനൻസ് ആണ് ഇത് ഫീഡ് ചെയ്യുന്നത്. The slimy monster. This ancient fish has been thought to have been around for 300 million years and be relatively unchanged. Hagfish are eel-shaped, jawless, and slime-producing fish found off the coasts of the North Pacific Ocean. They have velvety smooth skin, without any scales, that slither along the ocean floor, and they have a bizarre mouth, with multiple rows of sharp teeth, packed on two bony plates, that look like something from an alien movie. These fish are scavengers. They feed on the remains of dead marine animals on the ocean floor, and they play a vital role. അത്രയേ ഉള്ളൂ. അതാണ്. അപ്പം ഏർലിയസ്റ്റ് ഫിഷിന്റെ ഒരു അപ്പിയറൻസ് നിങ്ങളുടെ മനസ്സിൽ വന്നല്ലോ. ഈ ഹാക്ക് ഫിഷസിനെ പോലെ ഇരിക്കും. ഇവര് എന്നായിരുന്നു ഉണ്ടായിരുന്നത്? 500 to 600 million years എഗോ ആയിരുന്നു ഇവര് ഉണ്ടായിരുന്നത്. അവർക്ക് ക്രേനിയം ഉണ്ടായിരുന്നു. എന്താ ക്രേനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്രേനിയം എന്ന് പറയുമ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് കേസ് ആണ്. എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ? ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കേസ് ആയിട്ടുള്ള ക്രേനിയം ഇവർക്കുണ്ട്. പക്ഷേ എങ്കിൽ വെർട്ടിബ്രൽ കോളം ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ വെർട്ടിബ്രേറ്റ്സിന്റെ എവല്യൂഷൻ, അതിന്റെ ഒരു പാറ്റേൺ കാണിക്കാൻ വേണ്ടി ഒരു ബ്രാഞ്ചിങ് ട്രീ ഓഫ് എവല്യൂഷൻ, വെർട്ടിബ്രേറ്റ്സ് എവല്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുമ്പോൾ അറിയാം, ആദ്യം ഉണ്ടായത് ജോലസ് ഫിഷസ് ആയിരുന്നു. കണ്ടോ, ജോലസ് ഫിഷസ് 550 million years ago. പിന്നെ അതിൽ നിന്ന് കാർട്ടിലേജിനസ് ഫിഷസ്, പിന്നെ അതിൽ നിന്ന് ബോണി ഫിഷസ്, പിന്നെ ആംഫീബിയൻസ് വന്നു. ആംഫീബിയൻസിൽ പിന്നെ മോഡിഫൈ ചെയ്ത് റെപ്റ്റൈൽസ് വന്നു. റെപ്റ്റൈൽസിന്റെ ഒരു സബ് ബ്രാഞ്ച് ആയിട്ട് ബേർഡ്സ്, പിന്നെ മെയിൻ ഒരു എന്താണ് സ്റ്റേജ് ആയിട്ട് മാമൽസ് വന്നു. അപ്പം അതാണ് അതിന്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ആ മൈൽ സ്റ്റോൺസ്
ഞങ്ങൾക്ക് പറയാൻ പോവാണ്. ഓരോ പീരീഡിലും എന്ത് ടൈപ്പ് വെർട്ടിബ്രേറ്റ്സിന്റെ എവല്യൂഷന്റെ മൈൽ സ്റ്റോൺസ് ആണ് പറയാൻ പോകുന്നത്. കേംബ്രിയൻ പീരീഡിൽ 530 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. അന്നാണ് ഫസ്റ്റ് കോർഡേറ്റ്സും പിന്നെ ഏർലി വെർട്ടിബ്രേറ്റ്സ്, ഞാൻ പറഞ്ഞില്ലേ ജോലസ് ആയിട്ടുള്ള ഏർലി വെർട്ടിബ്രേറ്റ്സും ഒക്കെ ഫോം ചെയ്തത് കേംബ്രിയൻ പീരീഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഓഡോവിഷ്യൻ പീരീഡ് വന്നപ്പോഴത്തേക്ക് 485 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ജോലസ് ഫിഷസ് ഇത്രയും കൂടെ ഒക്കെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ തുടങ്ങി. എക്നാദ എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നത് ജോ ഇല്ല, അത് എ മീൻസ് ആബ്സെന്റ്, അത് ഓഡോവിഷ്യൻ പീരീഡിലാണ് വന്നത്. പിന്നെ സിലൂറിയൻ പീരീഡ് വന്നപ്പോഴത്തേക്ക് ഇതാ വന്നു ജോഡ് ഫിഷസ്, അതായത് പ്ലാക്കോഡേംസ്, കാർട്ടിലേജിനസ് ഫിഷസ് ഒക്കെ വന്നു. പ്ലാക്കോഡേംസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഫിഷസിന്റെ ബോഡിയിൽ പുറമേ കുറേ ഹാർഡ് ബോണി പ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് ഇതിന് പ്രൊട്ടക്ഷൻ കിട്ടും ഇതിന്റെ എനിമീസിൽ നിന്ന്. അങ്ങനെയുള്ള ഫിഷസ് ആണ് പ്ലാക്കോഡേംസ്. പിന്നെ കാർട്ടിലേജിനസ് ഫിഷസ്. അപ്പം കാർട്ടിലേജിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രത്തോളം ഹാർഡ് ആയിട്ട് ഉള്ള സ്കെൽട്ടൻ ഉള്ളവരല്ല കാർട്ടിലേജിനസ് ഫിഷസ് എന്ന് പറയുന്നത്. സിലൂറിയൻ പീരീഡിലാണ് അവർ വന്നത്. ഡിവോണിയൻ പീരീഡ്, അത് ഓർത്ത് വെച്ചോണേ, അതാണ് ഏജ് ഓഫ് ഫിഷസ് എന്ന് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ ടെസ്റ്റിലൊക്കെ നിങ്ങൾക്ക് ചോദ്യം വന്നാൽ ഓർത്തിരുന്നിട്ട് എഴുതാം. ഏജ് ഓഫ് ഫിഷസ് എന്ന് പറയുന്നത് ഡിവോണിയൻ ആണ്. അന്നാണ് ആദ്യമായിട്ടുള്ള ലോബ് ഫിൻഡ് ഫിഷസ് വന്നത്. ലോബ് ഫിൻഡ് ഫിഷസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഫിഷിന്റെയൊക്കെ ഇതാണ് ഫിൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഫിൻസിന്റെ തുടക്കത്തിൽ ഒരു ഫ്ലഷി ഒരു എക്സ്റ്റൻഷൻ ലോബ്ഡ് ആയിട്ടുള്ള റീജിയൻ കാണുന്നില്ലേ, ലോബ്ഡ് ആയിട്ടുള്ള റീജിയൻ. അപ്പൊ ഇതെന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ലൈഫിലോട്ട് വരാനുള്ള അതിന്റെ ലിംസ്, അതിന്റെ ഒരു പ്രിക്കേഴ്സർ ആണ് എന്നാ പറയുന്നത്. എന്തായാലും ലോബ്ഡ് ഫിൻ ഫിഷസ് ആദ്യമായിട്ട് വന്നത് ഈ ഡിവോണിയൻ പീരീഡിലാണ്. ആംഫീബിയൻസ് ഒക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കാർബോണിഫറസ് പീരീഡ് വന്നപ്പോഴത്തേക്ക് ആംഫീബിയൻസ് ഒന്നും കൂടെ ഡൈവേഴ്സിഫൈ, പല ടൈപ്പിൽ ആംഫീബിയൻസ് ഒക്കെ വരാൻ വന്നു. പിന്നെ അമ്നിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഫീബിയൻസിന് അവർക്ക് എഗ് ലേ ചെയ്യണമെങ്കിൽ വാട്ടർ വേണം. നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്രോഗിന്റെ ഒക്കെ എഗ് വെള്ളത്തിൽ ഇങ്ങനെ പതയായിട്ട് കിടക്കത്തില്ലേ. അപ്പൊ എന്തായാലും ഈ ആംഫീബിയൻസിനൊക്കെ അവർക്ക് വാട്ടറിന്റെ ഒരു മീഡിയം വേണം എഗ് ലേ ചെയ്യാൻ. പക്ഷേ എംനിയോട്സ് വരുമ്പോഴത്തേക്ക് അവർക്ക് കരയിലേക്ക് കയറിയിട്ട് കരയിൽ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ എഗ് ലേ ചെയ്യാനും അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ അതിനെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. അങ്ങനത്തെ ഫസ്റ്റ് അമ്നിയോട്സ് ഡെവലപ്പ് ചെയ്തത് കാർബോണിഫറസ് പീരീഡിലാണ്. പിന്നെ പെർമിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് റെപ്റ്റൈൽസ് ഡൈവേഴ്സിഫൈ ചെയ്തു. റെപ്റ്റൈൽസ് ഇത്തിരി കൂടെ ഫറിഷ്ടായി. സൈനാപ്സിഡ്സ് ഡോമിനേറ്റ് ചെയ്തു. സൈനാപ്സിഡ്, അനാപ്സിഡ്, ഡയാപ്സിഡ് എന്നൊക്കെ പറയും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്കള് എടുത്തു നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഐ ഇരിക്കുന്ന ഓർബിറ്റിന്റെ പുറകിലായിട്ട് ഒരു ഓപ്പണിംഗ് മാത്രം ഉള്ളതാണ്, സ്കള്ളിന്റെ ഒരു ഓപ്പണിംഗ് മാത്രം ഉള്ളതിനെയാണ് സൈനാപ്സിഡ് എന്ന് പറയുന്നത്. എന്നാൽ ഓരോ കണ്ണിന്റെയും പുറകിൽ 2 ഓപ്പണിംഗ് ഉള്ളത് ഡയാപ്സിഡ് എന്ന് പറയും. അനാപ്സിഡ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ഇല്ലാത്തവർ. നമ്മുടെ അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത പീരീഡ് എന്ന് പറയുന്നത് മീസോസോയിക് പീരീഡ് ആണ്. റൈസ് ഓഫ് ഡൈനോസേഴ്സ് ആണ്. ഡൈനോസേഴ്സ് നമ്മൾ പല മൂവീസും കണ്ടിട്ടുണ്ടല്ലേ, മീസോസോയിക് ഇറാൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ബേർഡ്സിന്റെ ഒറിജിൻ, മാമൽസിന്റെ ഒറിജിൻ ഒക്കെ ഈ ഒരു ടൈമിലാണ്. പിന്നെ സീനോസോയിക് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മാമൽസും ബേർഡ്സും ഒക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന പീരീഡാണ്, നമ്മുടെ പീരീഡാണ് സീനോസോയിക്. 65 മില്യൺ ഇയേഴ്സ് എഗോ ആണ് നമ്മളൊക്കെ. അപ്പം ഈ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇത്രയുടെ യങ്സ്റ്റേഴ്സ് ആണ് ഈ ഒരു പ്ലാനറ്റിൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടി വന്നാൽ അല്ലേ. ഫിഷിന്റെ എവല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ഹാഗ് ഫിഷസ് അല്ലെ, ജോലസ് ഫിഷസ്, പിന്നെ അതൊക്കെ വന്നു. അതിനുശേഷം ആര് വന്നു? ലാംബ്രെ പോലുള്ള ഫിഷസ് വന്നു. ഇവർക്ക് വെർട്ടിബ്രൽ കോളം ഇല്ലായിരുന്നു ആദ്യം ഉണ്ടായ ജോലസ് ഫിഷസിന്. അത് കഴിഞ്ഞിട്ടാണ് ലാംബ്രേസിന് അവർക്ക് പാർഷ്യൽ വെർട്ടിബ്രൽ കോളം. ലാംബ്രേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഇരിക്കും കേട്ടോ. ഈ ലൈക്ക് ബോഡിയാണ്, സക്കർ മൗത്ത് ഒക്കെ ഉണ്ട്, പാർഷ്യൽ വെർട്ടിബ്രൽ കോളം ഒക്കെ ഉണ്ട്. ഇനി ഒരു കംപ്ലീറ്റ് വെർട്ടിബ്രൽ കോളം ആയിട്ടുള്ള ഒരു ഫിഷ് ഇവോൾവ് ചെയ്തത് 450 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. ആ ഫിഷിന് എന്തുണ്ടായിരുന്നു? അവർക്ക് ജോസ് ഉണ്ടായിരുന്നു. ജോഡ് ഫിഷ് വന്നപ്പോഴാണ് വെർട്ടിബ്രൽ കോളം വന്നത്. അതിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഷാർക്കിനെ പോലെ ഇരിക്കും, ഷാർക്ക് ഫിഷസിനെ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. അപ്പം ഇതുവരെ എല്ലാ വെർട്ടിബ്രേറ്റ്സിനും ഒരു എൻഡോസ്കെലറ്റൻ ഉണ്ടായിരുന്നു. എൻഡോസ്കെലറ്റൻ ഒന്നുകിൽ കാർട്ടിലേജ് അല്ലെങ്കിൽ ബോൺ വെച്ചിട്ടുള്ള
ഇതാണ് എൻഡോസ്കെൽറ്റൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഏർലി വെർട്ടിബ്രേറ്റ്സിനെല്ലാം. കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ എത്രത്തോളം സ്ട്രോങ് അല്ല, ബോൺ, ഇത് രണ്ടും ഓരോ ടൈപ്പ് ടിഷ്യൂസ് ആണ് അല്ലേ, ബോഡിയുടെ സപ്പോർട്ടിങ് ടിഷ്യൂസ് ആണ്. 400 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ആദ്യത്തെ ബോണി ഫിഷ്, ആദ്യത്തെ ഫസ്റ്റ് ബോണി ഫിഷ് അപ്പിയർ ചെയ്തത്. ഒരു ബോണി സ്കെലറ്റൻ ഉണ്ടായിരുന്നു ഈ ഫിഷിന്, ബോണി ഫിഷിന് അതിൻ്റെ ലാർജ് ബോഡി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഈ ഏർലി ബോണി ഫിഷ് പിന്നീട് ഇവോൾവ് ചെയ്തിട്ട് എന്താ ആയിട്ട് മാറി, മോഡേൺ റേ ഫിൻഡ് ആൻഡ് ലോ ഫിൻഡ് ഫിഷസ് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ എന്താണ്. ലോബ് ഫിൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ലോബ് വന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഫിന്ന്, ലോ ഫിൻ. റേ ഫിൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫിൻ വന്നിട്ട് അതിലിങ്ങനെ ഫ്ലെക്സിബിൾ ഉണ്ടോ, റേസ്, നമ്മൾ മീനിന്റെ ഈ വാല് ചെതുമ്പലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാം. അപ്പോൾ അങ്ങനെ ഉള്ള എണ്ണയാണ് റേ ഫിൻഡ്. ഇത് ലോബ് ഫിൻഡ്, ഇങ്ങനെ ഒരു ലോബ് വന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഫിൻ. അപ്പോൾ ഏർലി ബോണി ഫിഷ് ഇവോൾവ് ചെയ്ത് എന്തൊക്കെയായിട്ട് മാറി, മോഡേൺ റേ ഫിൻഡ് ആൻഡ് ലോബ് ഫിൻഡ് ഫിഷസ് ആയിട്ട് മാറി. ഇനി നമുക്ക് മറ്റ് വെർട്ടിബ്രേറ്റ് ക്ലാസ്സസ് അപ് ടു മാമൽസ് നമുക്ക് നോക്കാം. ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, മാമൽസ്, ബേർഡ്സ്, ഇതെല്ലാം ഫിഷസിന് ശേഷം ഇവോൾവ് ആയിട്ടുള്ളവരാണ്. ആദ്യത്തെ ആംഫീബിയൻ ഏതിൽ നിന്നാണ് ഇവോൾവ് ചെയ്തത്? അതാണ് ലോബ് ഫിൻഡ് ഫിഷ് ആൻസിസ്റ്റർ. പറഞ്ഞില്ലേ, ഇതിന്റെ ലോബ്സ് എന്തോ കരയിലേക്ക് ടെറസ്ട്രിയൽ ലൈഫിന് അഡാപ്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു കയ്യും കാലും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ അതിന്റെ ഒരു പ്രിക്കസർ ഫോമാണ് ലോബ് ഫിൻ. അപ്പൊ അതിൽ നിന്നാണ് ഫസ്റ്റ് ആംഫീബിയൻ വന്നത്. 365 മില്യൺ ഇയേഴ്സ് എഗോ ആണ് അവർ ഡെവലപ്പ് ചെയ്തത്. അപ്പം അവരാണ് ആദ്യത്തെ വെർട്ടിബ്രേറ്റ് ദാറ്റ് സ്റ്റാർട്ടഡ് ടു ലീവ് ഓൺ ലാൻഡ്. പക്ഷെ അവർക്കും റീപ്രൊഡ്യൂസ് ചെയ്യാൻ വെള്ളത്തിലോട്ട് വരണമായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർക്ക് താമസിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയുടെ അടുത്ത് വേണം ഇവർ താമസിക്കാൻ. കാരണം ജീവിക്കാൻ ദേ ക്യാൻ ലീവ് ഓൺ ലാൻഡ്, ബട്ട് ഫോർ റീപ്രൊഡ്യൂസ് ആൻഡ് ഓൾ ദോസ് മീൻസ് എ നെസസറി തിങ് ദേ നീഡ് ടു കം ടു വാട്ടർ. അപ്പോൾ അവർക്ക് വെള്ളത്തിലോട്ട് വരണമായിരുന്നു. അപ്പോൾ എന്താ ചെയ്യുക, അവർക്ക് വാട്ടർ ബോഡിയുടെ അടുത്ത് വേണം താമസിക്കാൻ. അങ്ങനെയുള്ളതായിരുന്നു ഫസ്റ്റ് വെർട്ടിബ്രേറ്റ്സ്. ഇനി ഫസ്റ്റ് റെപ്റ്റൈൽസ് ഏതിൽ നിന്നാണ് വന്നത്? ആംഫീബിയൻ ആൻസിസ്റ്ററിൽ നിന്നാണ്. 300 മില്യൺ ഇയേഴ്സ് അഗോ ആണ് വന്നത്. അവരാണ് ആദ്യമായിട്ട് എംനിയോട്ടിക് എക്സ്. എംനിയോട്ടിക് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഇതാണ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിന് എൻ്റെ എക്സ് എന്ന് പറയുന്നത് അവർക്ക് വാട്ടറിന്റെ എന്താണ് ഹെൽപ്പ് വേണ്ട. അതുകൊണ്ട് അവർക്ക് എൻ്റെ ലൈഫ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ തന്നെ കഴിയാം, വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. സോ ദേ ആർ ദ ഫസ്റ്റ് വെർട്ടിബ്രേറ്റ്സ്. ദേ ഡോണ്ട് നീഡ് ടു റിട്ടേൺ ടു വാട്ടർ ടു റീപ്രൊഡ്യൂസ്. അവർക്ക് എവിടെ വേണമെങ്കിലും ടെറസ്ട്രിയലിൽ എവിടെ വേണമെങ്കിലും താമസിക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് അംനിയോട്സ്. അത് ഡെവലപ്പ് ചെയ്തു. അതാണ് ആംഫീബിയൻ ആൻസിസ്റ്ററിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നീട് മാമൽസ് ആൻഡ് ബേർഡ്സ്. ഇത് റെപ്റ്റൈൽ ലൈക്ക് ആൻസിസ്റ്റർ, അതിൽ നിന്നാണ് എന്തുണ്ടായത്, മാമൽസ് ആൻഡ് ബേർഡ്സ്. ഇത് രണ്ടും ഇവോൾവ് ചെയ്തത് റെപ്റ്റൈൽ ലൈക്ക് ബേർഡ്സ്. അപ്പോൾ ഫിഷ്, ആംഫീബിയൻ, റെപ്റ്റൈൽ, അതിൽ നിന്ന് മാമൽസും ബേർഡ്സും. ഓക്കെ, ഫസ്റ്റ് മാമൽ എന്നാ വന്നത് 200 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. ഏർലിയസ്റ്റ് ബേർഡ്സോ 150 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ഏർലിയസ്റ്റ് ബേർഡ്സ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇനി എൻഡോതെർമി എന്ന് പറയുമ്പോൾ എന്താണ്? എൻഡോതെർമി ടെമ്പറേച്ചർ മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പം നമ്മുടെ ബോഡി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റന്റ് ആണ്. ഇപ്പം നമ്മൾ പുറത്ത് ചൂടാണേലും തണുപ്പാണേലും ഒക്കെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. അതിനെ എൻഡോതെർമി എന്ന് പറയും. അപ്പം ആദ്യം എക്ടോതെർമിക് ആയിരുന്നു എല്ലാവരും കേട്ടോ, അണ്ടിൽ മാമൽസ് ആൻഡ് ബേർഡ്സ് ഇവോൾവ്. മാമൽസ് ആൻഡ് ബേർഡ്സ് ഇവോൾവ് ചെയ്യുന്നത് വരെ എല്ലാവരും എക്ടോതെർമിക് ആയിരുന്നു. അപ്പൊ എക്ടോതെർമിക് എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് ബോഡിയിൽ ഒരു കോൺസ്റ്റന്റ് ഇന്റേണൽ ടെമ്പറേച്ചർ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവരാണ്. ഇപ്പം വെളിയിൽ ഭയങ്കര തണുപ്പാണെങ്കിൽ അവരുടെ ബോഡിയിലും തണുപ്പായി പോവും. അപ്പൊ അവർ എന്ത് ചെയ്യണം, ആ തണുപ്പ് അവോയ്ഡ് ചെയ്യാൻ ഇച്ചിരി വാംതായിട്ടുള്ള എവിടെയെങ്കിലും പോയിരിക്കണം. അതേപോലെ ചൂടുള്ള സമയമാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഷെയ്ഡി ആയിട്ടുള്ള ഏരിയയിൽ പോയിരിക്കണം, അവരുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതാണ് എക്ടോതെർമിക്. അവരുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആംബിയന്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനെയാണ്. അതാണ് എക്ടോതെർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ ഫ്രം ഔട്ട്സൈഡ് ത്രൂ ബിഹേവിയറൽ
ചേഞ്ചസ് വഴിയാണ്. എക്സാമ്പിൾ ആണ് ഒരു എക്ടോതെർമിക് അനിമൽ ആണെങ്കിൽ അതിന് ഉണ്ടോ റോക്കിന്റെ ഒക്കെ അടിയിൽ പോയി ആയിരിക്കണം എപ്പോഴും ഹോട്ട് ക്ലൈമറ്റ് ആണെങ്കിൽ. ഇപ്പം ഓൾമോസ്റ്റ് ലിവിങ് ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ് ഇതെല്ലാം എക്ടോതെർമിക് ആണ്. ഉണ്ടോ എക്ടോതെർമിക്. അതാണ് ചൂട് കാലമാണെങ്കിൽ പാമ്പുകൾ പുറത്തിറങ്ങും എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. അപ്പം അവരുടെ മെറ്റബോളിക് റേറ്റ്, ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ടെമ്പറേച്ചറിനെയാണ്. അതാണ് എക്ടോതെർമി എന്ന് പറയുന്നത്. ഇനി ബോത്ത് മാമൽസ് ആൻഡ് ബേർഡ്സ് അവർ വന്നപ്പോഴാണ് എൻഡോതെർമി. അപ്പം എവിടം വരെ എക്ടോതേംസ് ആണ്? റെപ്റ്റൈൽസ് വരെ എക്ടോതേം. ഓർത്തോണേ, റെപ്റ്റൈൽസ് വരെ എക്ടോതേം ആണ്. ബേർഡ്സ് ആൻഡ് മാമൽസ് വന്നപ്പോൾ എൻഡോതെർമി വന്നു. എൻഡോതെർമി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ചൂട് കൂടുതലാണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നറിയാമോ? ബോഡിയുടെ സർഫസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് ആ ബ്ലഡ് നിന്ന് എക്സസ് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്തു പോകും. ഇനി തണുപ്പാണെങ്കിൽ എന്ത് ചെയ്യും? നല്ലോണം ഫുഡ് കഴിച്ചിട്ട് കൂടുതലായിട്ട് മെറ്റബോളിസം ചെയ്തിട്ട് ബോഡിയിൽ ഇന്റേണലായിട്ട് ഹീറ്റ് ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പോൾ അവർക്ക് വെളിയിലെ അറ്റ്മോസ്ഫിയർ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, അവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് എൻഡോതെർമി. മീൻസ് റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ ഫ്രം ഇൻസൈഡ് ത്രൂ മെറ്റബോളിക് ഓർ അതർ ഫിസിക്കൽ ചേഞ്ചസ്. കോൾഡ് ഡേ ആണെങ്കിൽ എൻഡോതെർമിന് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ബൈ ഇൻക്രീസിങ് ദ മെറ്റബോളിക് റേറ്റ്. ഹോട്ട് ഡേ ആണെങ്കിൽ ബ്ലഡ് ഫ്ലോ കൂട്ടിയിട്ട് അവർ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. സോ കീപ്പിംഗ് ബോഡി ടെമ്പറേച്ചർ സ്റ്റേബിൾ അലൗസ് ദ സെൽസ്. അപ്പം സ്റ്റേബിൾ ബോഡി ടെമ്പറേച്ചർ ആണെങ്കിൽ സെൽസിനൊക്കെ പെർഫെക്റ്റ് നല്ല പീക്കായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. മെറ്റബോളിക് റേറ്റ് ആൻഡ് ആക്ടിവിറ്റി ലെവൽ ക്യാൻ റിമെയിൻ ഹൈ റിഗാർഡ്ലെസ് ഓഫ് ഔട്ട്സൈഡ്. അപ്പം നമുക്ക് പുറത്തെ ടെമ്പറേച്ചർ ഒന്നും അത് പുറത്തെ ടെമ്പറേച്ചർ നമ്മളെ ബാധിക്കുകയില്ല, നമ്മുടെ ആക്ടിവിറ്റീസ്, ഇന്റേണൽ ബോഡി ആക്ടിവിറ്റീസ് നല്ലോണം നടക്കുന്നതിന്. കാരണം ബോഡിക്ക് അറിയാം ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ മോർ സ്റ്റേബിൾ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടുതൽ ഫുഡും ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസംസ് കൂടുതലായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. ഇനി വെർട്ടിബ്രേറ്റ് സബ്ഫൈലത്തിന്റെ ജനറൽ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? വെർട്ടിബ്രൽ കോളം ഉണ്ടായിരിക്കും. എക്സെപ്റ്റ് ഏർലിയർ ഫിഷസ് നോട്ടോകോഡ് റീപ്ലേസ് ചെയ്ത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഒരു വെർട്ടിബ്രൽ കോളമായിട്ട് മാറിയിട്ടുണ്ട്. വെർട്ടിബ്രൽ കോളം എന്ന് പറയുമ്പോഴത്തേക്ക് സീരിയലി അറേഞ്ച്ഡ് വെർട്ടിബ്രാസ്, നട്ടെല്ല് അല്ലേ, അങ്ങനെ ഫോം ചെയ്തു. ഹെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹെഡ് ഉണ്ടായിരിക്കും. ഹെഡിൽ ബ്രെയിനിനെ എൻകേസ് ചെയ്തുകൊണ്ട് ക്രേനിയം ഉണ്ടായിരിക്കും. ക്രേനിയം ഉണ്ടായിരിക്കുന്നത് കാർട്ടിലേജും ബോണും വെച്ചിട്ടാണ്. അത് ഉള്ളത് കൊണ്ട് വെർട്ടിബ്രേറ്റ്സിന് നമുക്ക് വേറൊരു പേരിട്ട് വിളിക്കാം, ക്രേനിയേറ്റ്സ് എന്ന പേര് വിളിക്കാം. ഇന്റഗുമെന്റ് അവരുടെ സ്കിൻ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ രണ്ട് മെയിൻ ഡിവിഷൻസ് ആണ് ഇന്റഗുമെന്റ് എടുത്ത് നോക്കിയാൽ. ഔട്ടർ എപ്പിഡെർമിസ് ഉണ്ട്. ഔട്ടർ എപ്പിഡെർമിസ് എന്തൊക്കെ ചേർന്നിട്ടാണ്? ഒരു സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണ് മെയിൻ ആയിട്ട് ഈ ഔട്ടർ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള എപ്പിത്തീലിയമാണ് ഈ ഔട്ടർ എപ്പിഡെർമിസ്. ഇവരുടെ ഇന്റഗുമെന്റിന്റെ കാര്യം നമ്മളെടുത്ത് പറയുമ്പോൾ ഇത് എവിടുന്ന ഡിറൈവ് ചെയ്തത്? എക്ടോഡേമിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. എക്ടോഡേം എന്ന് പറയുമ്പോൾ തന്നെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, ബോഡി ലെയർ ആണ്. അതിൽ നിന്ന് ആണ് ഇവോൾവ് ആയിട്ടുള്ളത് സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള എപ്പിത്തീലിയം, ദാറ്റ് ഈസ് ഔട്ടർ എപ്പിഡെർമിസ്. അപ്പം ഇന്നർ ഡെർമിസോ? ഔട്ടർ എപ്പിഡെർമിസ്, അതിന്റെ അടിയിലായിട്ട് ഇന്നർ ഡെർമിസ് ഉണ്ട്. അതുണ്ടാക്കിയിരിക്കുന്നത് മീസോഡേമിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. മീസോഡേം എന്ന് പറയുമ്പോൾ മിഡിൽ ബോഡി ലെയർ ആണ്, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട്. ഇനി എൻഡോസ്കെൽട്ടനിലേക്ക് വരുമ്പോഴത്തേക്ക് കാർട്ടിലേജ് ആകാം, ബോൺ ആകാം. കാർട്ടിലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കാണാൻ ഇതാണ്, കുഷനിങ് ഇഫക്റ്റ് ആണ്, സോഫ്റ്റ് ആണ്. ബോൺ ടിഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പം പിന്നെ എന്തോ കോഡോസൈറ്റ് സെൽസ് ആണ് കാർട്ടിലേജ് ഫോം ചെയ്യുന്നത്. പിന്നെ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ആണ് ബോൺസ് ഫോം ചെയ്യുന്നത്. അപ്പം ഇത്തിരി ഹാർഡാണ് ബോൺ. കാർട്ടിലേജ് ഇത്തിരി സോഫ്റ്റ് ആണ്. ഫാരിങ്സ് ഹൈലി മസ്കുലർ ആണ്. ഫാരിങ്സ് എന്ന് പറയുന്നത് ഈ ഫിഷസിലാണെങ്കിൽ ഫാരിങ്സിന്റെ സൈഡിൽ ചെറിയ ചെറിയ സ്ലിറ്റ്സ് ഉണ്ട്. ആ സ്ലിറ്റ്സ് ഗിൽസ് ആയിട്ട്, അവിടെ ഗിൽസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് അവർ റെസ്പയർ ചെയ്യുന്നത്.
ഇനി ടെട്രാപോഡ്സ് എന്ന് പറയുമ്പം ആനിമൽസ് ദാറ്റ് ബിയർ 4 legs. അവിടെ ഈ ഫാരിഞ്ചൽ പൗച്ചസിനകത്താണ് ഒരുപാട് ഗ്ലാൻസുകൾ ഉള്ളത്. ഡൈജഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഗ്ലാൻസുകൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം എടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി മസ്കുലറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. എവിടെയായിരുന്നു പൊസിഷൻ? വെർട്ടിബ്രൽ കോളത്തിന്റെ അടിയിലായിട്ടിരിക്കും. ഡിസ്ട്രിക്ട് ലിവർ ആൻഡ് പാൻക്രിയാസ് ഉണ്ട്. ഡൈജഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ഗ്ലാൻസ് ആണ് ഇവര്. പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം അറിയാലോ, മൾട്ടി ചേമ്പേർഡ് വെൻട്രൽ ഹേർട്ട് ആണ്, ക്ലോസ്ഡ് ടൈപ്പ് ആണ്. എർത്രോസൈറ്റ്സിനകത്ത് എന്തുണ്ട്? റെസ്പിറേറ്ററി പിഗ്മെന്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ഉണ്ട്. സീലോം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പെരികാർഡിയൽ ക്യാവിറ്റി ആൻഡ് പ്ലൂറോപെരിറ്റോണിയൽ. പെരികാർഡിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഹാർട്ടിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു മെമ്പറൈൻ ഉണ്ട്. അതിൻ്റെ അകത്തുള്ള ക്യാവിറ്റിയാണ് പെരികാർഡിയൽ ക്യാവിറ്റി. പ്ലൂറോപെരിറ്റോണിയൽ ക്യാവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തിരി വലിയൊരു ക്യാവിറ്റിയാണ്. അവിടെയാണ് മോസ്റ്റ് ഓഫ് ദി ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് സേവ് ചെയ്തിരിക്കുന്നതാണ് പ്ലൂറോപെരിറ്റോണിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ 2 ക്യാവിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സീലോ. എക്സ്ക്രീറ്ററി സിസ്റ്റം കിഡ്നിയാണ്. അതിനകത്ത് കുറേ ഡക്സുകളൊക്കെ ഉണ്ട് വേസ്റ്റ് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് എൻഡോക്രൈൻ സിസ്റ്റം ആണ്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് കുറേ ഗ്ലാൻസുകളാണ്. ഡക്ട്ലെസ് ഗ്ലാൻസ് ആണ്. ബോഡിയിൽ ഫുള്ള് സ്കാറ്റർ ചെയ്തിട്ടാണ് കാണുന്നത്. അതിൽ നിന്നാണ് ഹോർമോൺസ് വരുന്നത്. അത് ഡയറക്റ്റ് ബ്ലഡിലേക്കാണ് വരുന്നത്. മോസ്റ്റ് വെർട്ടിബ്രേറ്റ്സിന് 2 pairs ഓഫ് അപ്പൻഡേജസ് ഉണ്ടായിരിക്കും അല്ലേ? ബോഡി എടുത്തു കഴിഞ്ഞാൽ 4 ലിംബ്, ഹൈൻഡ് ലിംബ്. ഈ ലിംസിനെ പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഗേർഡിൽസ് ഉണ്ടായിരിക്കും, ലിംബ് ഗേർഡിൽസ് ഉണ്ടായിരിക്കും. പിന്നെ അപ്പൻഡിക്കുലർ സ്കെലറ്റൻ, ഇവിടെ സ്കെലറ്റൻ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ്. സോ വിത്ത് ദിസ് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് സെക്ഷൻ. താങ്ക് യു. I'm an icon, man. And my girl about a 10. I should fuck her in the Benz.